നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച് MLA അൻവർ. CPM എന്ന പാർട്ടിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ ഉയരുന്ന ആരോപണ പ്രത്യാരോപണങ്ങളെ ഏതുവിധേന നേരിടണമെന്ന് പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിലും ആശങ്കയുണ്ട്. വിവാദത്തിൽ ഉൾപ്പെട്ട കക്ഷികളുടെ പേരിലുള്ള മതമായിരിക്കാം പ്രതികരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്നത്. ന്യൂനപക്ഷത്തെ പിടക്കരുതല്ലോ. നിലമ്പൂർ MLAയുടെ രാജ്യസ്നേഹം വരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ എത്തി നിൽക്കുന്ന വിവാദങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് പ്രതികരിച്ചു തുടങ്ങുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നും പിടിച്ചെടുത്ത അനധികൃത സ്വർണവും വൻതോതിലുള്ള പണവുമാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ അൻവറിനെ പ്രേരിപ്പിച്ചത് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുതന്നെയല്ലേ കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ചില പ്രധാനപ്പെട്ട ചാനലുകൾ അൻവറിനെതിരെ ആരോപിച്ചത് എന്നും അതിനെതിരെ എന്തിനായിരുന്നു അന്ന് പാർട്ടി അടക്കമുള്ളവർ ഇന്ന് പാർട്ടി തന്നെ കുറ്റവാളികൾ എന്ന് വിളിക്കുന്നവർക്ക് പിന്തുണ കൊടുത്തത് എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഈ പ്രസ്ഥാനം മറുപടി പറഞ്ഞേ തീരൂ. പാർട്ടിയുടെ കൂടെയുള്ളപ്പോൾ എന്ത് തോന്നിവാസം കാണിച്ചാലും പരിശുദ്ധരാകുന്നവർ പാർട്ടിയെയും നേതാക്കളെയും എതിർക്കുമ്പോൾ കള്ളക്കടത്തുകാരനും രാജ്യദ്രോഹിയുമാകുന്നത് എന്തുകൊണ്ടാണ്? അൻവർ കള്ളക്കടത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ പങ്കു പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ സംരക്ഷിച്ച പാർട്ടി സംവിധാനങ്ങളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഒരു രാജ്യദ്രോഹിയെ സംരക്ഷിച്ചവരുടെ രാജ്യസ്നേഹത്തെയും നമുക്ക് എതിർക്കേണ്ടതായിട്ട് വരും. രാഷ്ട്രീയ നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഇത്തരം പ്രകടനങ്ങൾ പാർട്ടിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ നടത്തിയ പ്രതികരണം തലയ്ക്ക് വെളിവില്ലാതെയാണെന്ന് PV അൻവർ പറയുമ്പോൾ പാർട്ടിയിൽ ഇന്നേ വരെ മുഖ്യമന്ത്രി എന്ന നിലയിലും മുൻപ് സെക്രട്ടറി ആയിരുന്നപ്പോഴും നിലനിർത്തിപ്പോന്ന അപ്രമാദിത്വം പിണറായി വിജയന് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് മതേതര കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ LDFനൊപ്പമാണെന്നും UDF അത് തകർക്കാൻ നോക്കുകയാണെന്നും അതിനോടൊപ്പം വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്നുമുള്ള ആശങ്ക മുഖ്യമന്ത്രി പങ്കുവച്ചത്. ഏതായാലും 4 കാര്യങ്ങൾ പാർട്ടിയും മുഖ്യമന്ത്രിയും സമ്മതിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വ്യാപകമായ രീതിയിൽ കള്ളക്കടത്ത് നടക്കുന്നു. 2, കേരളത്തിൽ മത തീവ്രവാദ ഘടകങ്ങൾ ഉണ്ട്. 3, രാജ്യവിരുദ്ധർ അണിയറയിൽ പ്രവർത്തിക്കുന്നു. 4, മതേതരം എന്ന ഭംഗിവാക്ക് ചുമ്മാ വിളിക്കുന്ന കേരളത്തിൽ സംഘടിതരായ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ രാഷ്ട്രീയ രക്ഷയുള്ളൂ എന്ന് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കള്ളക്കടത്ത് നടത്തിയവരും അതിന് കൂട്ടുനിന്നവരും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വാക്പോരുകൾ സംസ്ഥാന ഭരണതലത്തിൽ എത്രമാത്രം അനീതിയും അഴിമതിയും നടന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നിരത്തുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും. ജയ് ഹിന്ദ്.